താലി. രചന അവതരണം നന്ദു കൃഷ്ണ. ശ്രീകുണ്ട മൊബൈൽ റിങ് ചെയ്യുകയാണ്. ഓ, ഓർത്തതേയുള്ളൂ, അപ്പോഴേക്കും വിളി വന്നല്ലോ. ചെല്ല്, അമ്മയുടെ പൊന്നുമോൻ ഓടിച്ചെന്ന് പൂക്കൾ പൂക്ക്. മൊബൈൽ റിങ് ചെയ്യുന്ന കേട്ടതും ശ്രീയെ നോക്കി സതി താഴേന്ന് വിളിച്ചു പറഞ്ഞു. അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവരെ നോക്കി ഇടം കണ്ണിറക്കി സ്റ്റെപ്പിൽ തന്നെ നിന്നു. പിന്നെ തിരിഞ്ഞ് നടന്ന് അമ്മയ്ക്കരികിലേക്ക് എത്തി. അമ്മേ, അവനൊന്ന് തോളിൽ പിടിച്ചു. അവരപ്പോൾ തോള് വെട്ടിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറങ്ങിയിരുന്നു. അമ്മേ, അവനും ഒപ്പം താഴേക്കിറങ്ങി. ദേ ശ്രീയെ, നീ ചുമ്മാ ചൊറിഞ്ഞോണ്ട് വരല്ലേ ചെക്ക. നിന്റെ പൂക്കൾ പൂക്കും തരണം വിളിക്കുന്നുണ്ട്, വേഗം ചെല്ല്, അല്ലെങ്കിൽ പിന്നെ അവൾ വിളിച്ചെന്ന് വരത്തില്ല. പൂക്കൾ പൂക്കും തരണമോ? എന്റെ അമ്മേ, അതവളുടെ കോളാണെന്ന് അറിയാൻ വേണ്ടി ഒരു റിംഗ് ടൂൺ ഇട്ടെന്നേ ഉള്ളൂ. അവൾക്കൊരു പേരുണ്ട്, സ്നേഹ. അമ്മ ഇങ്ങനെ നീട്ടി പാട്ട് പാടാതെ ആ പേരങ്ങ് വിളിച്ചുകൂടെ? സൗകര്യമില്ല, എനിക്കിഷ്ടല്ല കൊച്ചിനെ. ഷെടാ, അതെന്താമ്മേ? അതൊന്നും എനിക്കറിഞ്ഞൂടാ, എനിക്കെന്തോ ഇഷ്ടമല്ല. അത്രയും പറഞ്ഞ് സതി അകത്തേക്ക് കയറിപ്പോയി. ശ്രീ നിർനിമേഷനായി കുനിഞ്ഞിരുന്നു. പിന്നെ ഉയർന്നു നോക്കിയതും കണ്ടത് അവനെ നോക്കിയിരിക്കുന്ന അച്ഛനെയാണ്. അദ്ദേഹം അവനരികിലേക്ക് വന്നിരുന്നു. സാരമില്ലടാ, ഇതൊക്കെ അങ്ങ് മാറിക്കോളും. നിന്റെ അമ്മയല്ലേ, നിന്റെ ഇഷ്ടമാണ് അവളുടെയും. അറിയില്ല അച്ഛാ, സ്നേഹയെ ഞാൻ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഇപ്പോ 6 മാസമായി. ആദ്യം മുതലേ എന്തോ അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ല. ബാംഗ്ലൂരിൽ ജനിച്ചതും വളർന്നതും അവളുടെ കുറ്റമാണോ അച്ഛാ? ശ്രീ വല്ലാത്തൊരു പിരിമുറുക്കത്തോടെ അയാളെ നോക്കി. ബാംഗ്ലൂരിൽ ജനിച്ചതുകൊണ്ടാണ് ആ കുട്ടിയെ നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞത്? ശ്രീ, അങ്ങനെയാണോ നീ കരുതിയിരിക്കുന്നേ? അച്ഛൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഒരുപാട് കാരണങ്ങളുണ്ട്, അതിൽ ഏറ്റവും വലുത് ഇതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അമ്മയെ വിഷമിപ്പിച്ചുകൊണ്ടൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അച്ഛാ. അതാ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നേ. പക്ഷെ ഇതിപ്പോ ഒരു ഹോപ്പും കാണുന്നില്ലല്ലോ അച്ഛാ. അതൊന്നും നീ ശ്രദ്ധിക്കണ്ട. ഇഷ്ടപ്പെട്ട കുട്ടിയെ നീ അങ്ങ് കെട്ടണം. കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ചെയ്യുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? സ്നേഹയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്റെ ലൈഫിനെ പറ്റി ചിന്തിച്ച് മുന്നോട്ട് നോക്കുമ്പോൾ പാർട്ട്ണറായി അവളാണ് മനസ്സിൽ. പക്ഷെ അതൊരിക്കലും എന്റെ സതികൊച്ചിനെ സങ്കടപ്പെടുത്തിയാവില്ല. അമ്മ വേണ്ടെന്ന് പറഞ്ഞാൽ സ്നേഹയല്ല, ആരെ വേണമെങ്കിലും ഞാൻ ഉപേക്ഷിക്കും. പക്ഷെ പിന്നെ എന്റെ ലൈഫിൽ ഒരു പെൺകുട്ടി ഉണ്ടാകില്ല. ശ്രീ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. മുറിയിലേക്ക് ചെന്നപ്പോൾ നീലൻ കണ്ടു ബുക്കും കയ്യിൽ പിടിച്ചിരിക്കുന്നവളെ. ആ ഇരിപ്പ് കണ്ടാലേ അറിയാം ആള് ഈ ലോകത്തൊന്നുമല്ലെന്ന്. എഫ്എമ്മിൽ നിന്ന് അപ്പോഴും പാട്ടൊഴുകുന്നുണ്ടായിരുന്നു. ഉള്ളിലുള്ള സങ്കടം പാട്ടിനൊപ്പം കണ്ണുനീരായി ഒഴുകുന്നുണ്ടായിരുന്നു. ശേ ദേവി, എന്താടോ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലേട്ടാ. എനിക്കെന്തോ ആ കുട്ടിയെ ശ്രീകുണ്ടിന് വേണ്ടി അംഗീകരിക്കാൻ വയ്യ. അവൻ പറയുന്നതൊക്കെ ഒരു കണക്കിന് നോക്കിയാൽ ശരിയാണ്. ഈ പ്രായത്തിലുള്ള ഏതൊരു ആൺകുട്ടിയും ആഗ്രഹിക്കുന്ന പ്രൊഫൈലുള്ളൊരു പെൺകുട്ടിയാണ് സ്നേഹ. കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി, 6 അക്ക ശമ്പളം, കാണാൻ സുന്ദരി, നല്ല ഫാമിലി, ഒക്കെ ശരിയാണ്. പിന്നെ എന്താണോ തന്റെ പ്രശ്നം? ഞാൻ അവന്റെ അമ്മയായതാണ് പ്രശ്നം. ദേവി, നീലന്റെ ഒച്ച ഉയർന്നു. സത്യമാണ് നീലേട്ടാ, എന്റെ മനസ്സ് ഒരമ്മയുടെ മനസ്സായതിന്റെ പ്രശ്നമാണ്. അവരുടെ കണ്ണ് നീറി. ഷേ, എന്താണോ താൻ ഇങ്ങനൊക്കെ? പറ്റുന്നില്ല നീലേട്ടാ. അന്നത്തെ അവന്റെ ആക്സിഡന്റും അവളുടെ സംസാരമൊന്നും എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളൊക്കെ വളരെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്നതുകൊണ്ടാവും ആ കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമില്ലാത്തത്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഞാൻ അവര് ബാക്കി പറയാൻ നോക്കുമ്പോഴാണ് മുന്നിൽ ശ്രീകുട്ടനെ കാണുന്നത്. അവർ പെട്ടെന്ന് കണ്ണു തുടച്ച് ബുക്ക് കയ്യിലെടുത്തു. ശ്രീകുട്ടൻ അവർക്കരികിലേക്ക് ചെന്നിരുന്ന് ആ ബുക്ക് കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി. ആദ്യം ഒരല്പം ബലം പിടിച്ചെങ്കിലും പിന്നീട് അവർ അയഞ്ഞു. അമ്മേ, അമ്മേ. കട്ടിലിരിക്കുന്ന സതിയുടെ കാൽച്ചുവട്ടിലായി അവനും വന്നിരുന്നു. അന്നത്തെ ആ സംഭവം അമ്മ ഇതുവരെ വിട്ടില്ലേ? ഇപ്പോഴും അതിന്റെ പേരിലാണോ അമ്മ അവളോട് പിണങ്ങിയിരിക്കുന്നേ? കഷ്ടയുണ്ട്. അതൊരു ചെറിയ ആക്സിഡന്റ് ആയിരുന്നില്ലേ അമ്മേ? അത്രയ്ക്കും ചെറിയ ആക്സിഡന്റ് ആയിരുന്നു ശ്രീകുട്ട അത്. അതുകൊണ്ടാവും 1.5 മാസം കാലിൽ പ്ലാസ്റ്റർ ഇട്ട് കിടക്കേണ്ടി വന്നത് അല്ലേ? അമ്മേ, അതിന് സ്നേഹ എന്ത് ചെയ്തു? സ്നേഹമൊന്നും ചെയ്തില്ല, അതാണ് എന്റെ പ്രശ്നം. നീ അവളെ ആദ്യമായി കാണാൻ പോയപ്പോഴല്ലേ ആക്സിഡന്റ് ഉണ്ടായേ? നിന്റെ കൂടെ വന്നവനാദ്യം വിളിച്ചതും അവളെയല്ലേ? അവൾ എന്നിട്ട് കോൾ എടുത്തോ? അമ്മേ, ഞാൻ പറഞ്ഞു തീർന്നില്ല ശ്രീകുട്ട. വിവരം അറിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോഴെങ്കിലും അവൾ വന്നോ നിന്നെ കാണാൻ? അമ്മേ, അതവൾക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു ക്ലയന്റ് ഉണ്ടായിട്ടല്ലേ? ക്ലയന്റ്? ഞങ്ങൾ 3 ദിവസം ഉണ്ടായിരുന്നു ശ്രീകുട്ട ഇവിടെ. എന്നിട്ടും അവളുടെ തിരക്കൊഴിഞ്ഞില്ല. പിന്നെ അവസാനം പോരുന്നതിനന്ന് അവൾ വിളിച്ചിട്ട് പറഞ്ഞെന്താ?
കമ്പനി ആവശ്യത്തിന് UK പോകുന്നുണ്ട്. അവൾക്ക് നിന്നെ കാണാൻ വരില്ല പോലും. പിന്നെ നിന്നെ കാണാൻ വരാൻ പറ്റാത്തതിന്റെ സങ്കടം മാറാൻ വേണ്ടി അവൾ നിന്റെ ഹോസ്പിറ്റലിൽ ബില്ല് അടച്ചിട്ടുണ്ടെന്ന് അല്ലേ? സതിയുടെ കടപ്പല്ല് ഞെരിയുന്ന ശബ്ദം പുറത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. ശ്രീകുട്ടൻ നോക്കിക്കാണുകയായിരുന്നു സതിയെ. ഇത്രയും നാൾ സ്നേഹയെ ഇഷ്ടമല്ലെന്ന് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെയൊരു തുറന്നു പതർച്ചിൽ ആദ്യമാണ്. ഉള്ളിലുള്ള ദേഷ്യവും സങ്കടവുമാണവർ ഈ കൊട്ടിത്തീർക്കുന്നതെന്ന് അവനും നീലിനും മനസ്സിലാവുന്നുണ്ടായിരുന്നു. സതി പറഞ്ഞതൊക്കെ നേരെയാണ്. അന്നത്തെ സംഭവം തന്റെ മനസ്സിനും വല്ലാത്തൊരു ഉലച്ചിൽ ഏർപ്പെടുത്തിയിരുന്നു. പിന്നെയും മകന്റെ സന്തോഷം ഓർത്തപ്പോൾ മനഃപൂർവ്വം ഈ സംഭവം മനസ്സിൽ നിന്ന് കളയാൻ ശ്രമിച്ച് പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ അന്നത്തെ ആ സംഭവം ഇത്ര ആഴത്തിൽ ദേവിക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തനിക്കും അജ്ഞാതമായിരുന്നു. അമ്മ പറഞ്ഞതൊക്കെ നേരാണ്. ആ സംഭവത്തിന്റെ പേരിൽ താനും സ്നേഹം തമ്മിൽ വഴക്കുണ്ടതാണ്. ഏകദേശം പിരിയും എന്നൊരവസ്ഥ വരെ വന്നതുമാണ്. പിന്നീട് അവള് തന്നെ മുൻകൈ എടുത്താണ് പ്രോബ്ലം സോൾവ് ആയത്. അതിനുശേഷം സ്നേഹ വളരെ പർട്ടിക്കുലർ ആണ് തന്റെ കാര്യത്തിൽ. അവനൊന്ന് തല കുടഞ്ഞുകൊണ്ട് സതിക്കരികിൽ വന്നിരുന്നു. അമ്മ, ഇതൊക്കെ പഴയ സംഭവങ്ങളല്ലേ? അന്നത്തെ ആ ഇൻസിഡന്റിന് സ്നേഹ എന്നോട് ഒരുപാട് സോറിയൊക്കെ പറഞ്ഞിരുന്നു. ഇനി അവളുടെ ഭാഗത്തുനിന്നും ഇങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് അവൾ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. കണ്ണാ, ആ കുട്ടി നമ്മളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷത്തിൽ വളർന്ന കുട്ടിയാണ്. ഇവിടെ നമ്മൾ സ്നേഹത്തിനും പരസ്പര മൂല്യത്തിനും പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ കുട്ടി അതൊക്കെ പൈസ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്ത് സ്വന്തം പ്രൊഫഷണൽ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ തീർത്തും വ്യത്യസ്തമായി ചിന്തിക്കുന്ന രണ്ടുപേരെങ്ങനെ എത്ര കാലം ഒരു കുടക്കീഴിൽ ഒരുമിച്ച് പോകുമെന്നാ നിന്റെ വിചാരം? അതൊക്കെ പൊക്കോളും. അല്ലെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് അല്ലേ ജീവിതം? തെറ്റ് കണ്ണാ, നിന്റെ ഈ ചിന്തയെ തെറ്റാണ്. അഡ്ജസ്റ്റ്മെന്റ് അല്ല ജീവിതം, അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പരസ്പരമുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ കൊണ്ട് വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന രണ്ടുപേർ ഒരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന നിസ്വാർത്ഥമായ ഭാവമാണ് ഞാനീ പറയുന്ന അണ്ടർസ്റ്റാൻഡിംഗ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കൺസേൺ. മറ്റൊരാളുടെ ചിന്തയിലും വിഷമങ്ങളും അവരെ മനസ്സിലാക്കി ഒപ്പം നിൽക്കാനുള്ള കഴിവ്. ഇത് രണ്ടുമില്ലെങ്കിൽ ജീവിതം ജീവിച്ചു തീർക്കാൻ വലിയ പാടാണ് മോനെ. നിനക്കതിപ്പോ ഒരു പക്ഷേ മനസ്സിലാവണമെന്നില്ല. പക്ഷെ മനസ്സിലായി വരുമ്പോൾ കാലവും സമയവും നിന്റെ കയ്യിൽ നിന്നും ഒരുപാട് ദൂരെ പോയിരിക്കും. അമ്മേ, അത് മായമ്മേ. പുറത്തു നിന്നുള്ള വിളിയിൽ സംസാരം പെട്ടെന്ന് നിലച്ചു. മിത്രമോളാണല്ലോ. സതി പുറത്തേക്കിറങ്ങി. ഒപ്പം ബാക്കിയുള്ളവരും. മോളെന്താ പുറത്തു നിൽക്കുന്നേ? ബാ അകത്തേക്ക്. അതുവരെയുള്ള സതിയുടെ ഭാവം മാറി മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. സതിയമ്മ ഇത് വീട്ടിൽ മറന്നു. അതാ ഞാൻ. ഓ, ഇതോ? ഇതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. ഞാനിപ്പോ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. ദേ നോക്കിയേ. അവർ കാല് രണ്ട് സൈഡിലേക്കും ആട്ടിക്കാണിച്ചു. എന്താ മോളെ ഇത്? മിത്രയുടെ കയ്യിലിരുന്ന കുപ്പിയിലും സതിയിലും മാറി മാറി നോക്കിക്കൊണ്ട് നീലൻ ചോദിച്ചു. അത് മുറിവെണ്ണ സതിയമ്മയ്ക്ക്. മുറിവെണ്ണയോ? ദേവി. ഒന്നുമില്ല കെട്ടിയോനെ, കാലൊന്ന് വഴുക്കി. വഴുക്കിയോ? എങ്ങനെ? എനിക്കൊന്ന് വഴക്കണമെന്ന് തോന്നി വഴുക്കി. എനിക്കെന്താ, ഒന്ന് വഴുക്കിക്കൂടെ? ഊർവശി സ്റ്റൈലിൽ പറഞ്ഞ സതിയെ കണ്ടത് മിത്ര അറിയാതെ ചിരിച്ചുപോയി. ഒപ്പം മറ്റു രണ്ടുപേരും. ഈ നാക്കില്ലായിരുന്നെങ്കിൽ എന്റെ ദേവി, നിന്നെ വല്ല ചാത്തന്മാരും കൊണ്ടുപോയേനെ. ഏത് ചാത്തന്മാർ കൊണ്ടുപോയാലും വിത്തിൻ 1 hour പഠിക്കൽ അടയും പാക്കും വെച്ചിട്ട് പോകും. ആ ജാതി മുതലാണ് എന്റെ അമ്മ. അല്ലേമ്മേ? കൂടുതലങ്ങ് ഊതല്ലേ മോളെ. സതി ശ്രീകുട്ടിയെ നോക്കിയൊന്ന് കണ്ണുരുട്ടി. ശ്രീകുട്ടി കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതൊന്ന് ഒഴിഞ്ഞിട്ട് ചൂട് പിടിച്ചു കൊടുക്കണേ. വളരെ പതിയെ വന്ന് പറഞ്ഞ് കുപ്പി ശ്രീകുട്ടിയെ ഏൽപ്പിച്ചുകൊണ്ട് അവള് തിരിഞ്ഞു നടന്നു. യെസ് മിത്രക്കുട്ടി, രാത്രി ആഹാരം ഇങ്ങോട്ടേക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അച്ഛൻ. മോളെ, അതിനു മാത്രം ഒന്നുമില്ല കൊച്ചേ. പറയാൻ പറ്റില്ല സീതമ്മേ. ചിലപ്പോൾ രാത്രിയാകുമ്പോ കൂടിയാലോ? പറയുമ്പോൾ അവളുടെ കണ്ണിൽ വല്ലാത്തൊരു പിടപ്പുണ്ടായിരുന്നു. ഇല്ല മോളെ. എന്റെ മിത്രക്കുട്ടി, അമ്മ ഓക്കെയാണ്. രാത്രി എല്ലാവർക്കും ഒരിടത്തിരുന്ന് കഴിക്കാം, ഉച്ചക്കത്തെ പോലെ. ശ്രീകുട്ടി കൂടി പറഞ്ഞതും മിത്ര തലയാട്ടി പുറത്തേക്കിറങ്ങി. മിത്ര നല്ല കുട്ടിയാ അല്ലേമ്മേ? അവള് പോകുന്നത് നോക്കി ശ്രീകുട്ടി സതിയുടെ തോളിൽ വട്ടം ചുറ്റി പറഞ്ഞതും അവരുടെ കണ്ണുകൾ സ്ത്രീയെ നോക്കി പാഞ്ഞു. അവനത് കണ്ടതെങ്കിലും അത് ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ മുകളിലേക്ക് കയറിപ്പോയി. രാത്രിയിൽ എല്ലാരും ഒത്തിരുന്ന് ആഹാരം കഴിച്ചെങ്കിലും സ്ത്രീയുടെ മുഖം തെളിഞ്ഞിരുന്നില്ല. അത് സതിക്ക് മനസ്സിലായെങ്കിലും പ്രകടിപ്പിക്കാൻ നിന്നില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം സതിക്ക് കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അടുക്കളയും കൂടി ഒതുക്കിയാണ് മായയും മിത്രയും പുറത്തേക്കിറങ്ങിയത്. ഈ നേരം ബാക്കിയെല്ലാവരും സിറ്റൗട്ടിലിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഇതിലൊന്നും ശ്രദ്ധിക്കാതെ ശ്രീകുട്ടനും ദേവൂട്ടനും ആംഗ്രി ബേർഡ് ഗെയിമിൽ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്രീ കണ്ണുമടച്ച് കസേരയിൽ ചാരിയിരുന്നു.
സതിയമ്മയുടെ കാലിൽ മരുന്നിട്ട ശ്രീകുട്ടി. പരസ്പരം തല്ല് വെച്ചുകൊണ്ടിരിക്കുന്നവരുടെ സൈഡിലേക്കിരുന്ന് മിത്ര ചോദിച്ചെങ്കിലും അവൾ അത് കേട്ടോന്ന് പോലും മിത്രയ്ക്ക് മനസ്സിലായില്ല. ഇനിയും ചോദിച്ചാൽ ഇത് തന്നെയാവും അവസ്ഥ എന്ന് മനസ്സിലാക്കി മിത്ര മുറിവെണ്ണയായി സതിക്കടിയിൽ ചെന്നിരുന്നു. ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ തന്റെ കാലെടുത്ത് മടിയിലേക്ക് വെച്ച് മരുന്നിട്ട് ഒഴിയുന്നവളെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു സതി. ബാക്കിയുള്ള ആരും അത് ശ്രദ്ധിച്ചില്ലെങ്കിലും നീലന്റെ കണ്ണുകൾ സതി ഒളിപ്പിക്കുന്ന കണ്ണുനീർ കൃത്യമായി കണ്ടിരുന്നു. എന്തിനെന്ന് പുരികമുയർത്തിയൊരു ചോദ്യം അവിടുന്ന് വന്നെങ്കിലും തോൾ ഉയർത്തി ഒന്നുമില്ലെന്ന് കാണിച്ചുകൊണ്ട് സതി പിന്നെയും അവളെ തന്നെ നോക്കിയിരുന്നു. അല്പനേരം കഴിഞ്ഞ് ചൂടുവെള്ളം വെക്കാൻ അടുക്കളയിൽ ചെന്നപ്പോഴാണ് സ്ത്രീയെ ഗ്യാസിന്റെ അരികിൽ കണ്ടത്. ഗ്യാസ് ഓഫാക്കി സോസ്പാനുമായി തിരിയുമ്പോഴാണ് വാതിലിൽ നിൽക്കുന്ന മിത്രയെ സ്ത്രീ കാണുന്നത്. എന്താടോ? അത് ചൂടുവെള്ളം തിളപ്പിക്കാൻ. ഞാൻ കഴിഞ്ഞു. അവൻ ഗ്ലാസ്സിലേക്ക് കോഫി ആറ്റിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കൈയിലേക്ക് ചൂട് തട്ടി പകുതിയും ടൈൽസിലേക്ക് വീണു. ഷിറ്റ്! അവൻ പാത്രം അല്പം ദേഷ്യത്തിൽ സിങ്കിലേക്ക് ഇട്ടു. സർ, ഒന്നുമില്ലടോ. താൻ ചൂടുവെള്ളം വെച്ചോ, ഞാനിത് വൃത്തിയാക്കിക്കോളാം. വേണ്ട, സാറ് പൊക്കോ, ഞാൻ ചെയ്തോളാം. നോ താങ്ക്സ് ദേവ, താൻ തന്റെ ജോലി ചെയ്തോ. അവളോട് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ അവിടെ വൃത്തിയാക്കി പാത്രവും കഴുകി വെച്ചു. നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഒന്നുമില്ലെന്ന് തലയാട്ടിയവൾ പെട്ടെന്ന് പാത്രത്തിൽ വെള്ളം വെച്ച് തിരിഞ്ഞു നിന്നു. ദേവാന്ന് തന്നെ തന്നെയല്ലേ വിളിച്ചേ? അവൾ ആകെ കൺഫ്യൂഷനിലായി. പുറത്തേക്ക് ഇറങ്ങും മുന്നേ അവൻ പിന്നെയും അവളെ വിളിച്ചു. ദേവ താങ്ക്സ്. അപ്പൊ എന്നെയാ വിളിച്ചേ? പക്ഷെ താങ്ക്സ് എന്തിനെന്നുള്ള അർത്ഥത്തിൽ അവൾ അവനെ നോക്കി നിന്നു. അമ്മയെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ്. ശ്രീകുട്ടി, അവൾ ഇങ്ങനെയാ. കൂടുതലൊന്നും പറയാതെ അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഷൂ 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 മിത്ര തിരിഞ്ഞു നോക്കിയതും പാതകത്തിന് മുകളിൽ കയറിയിരിക്കുന്നു ശ്രീകുട്ടി. അതെ, ആരാ ഈ ദേവ? ഞാൻ. ശ്രീയുടെ നിന്നെ എന്തിനാ അങ്ങനെ വിളിക്കുന്നേ? അറിയില്ല. അതെന്താ അറിയാത്തെ? ഞാൻ എങ്ങനെ അറിയാനാ ശ്രീകുട്ടി? നീ പോയി മാഷിനോട് ചോദിച്ചോ. ഉവ്വ, അങ്ങോട്ട് ചോദിച്ചോണ്ട് ചെന്നാലും മതി. കടുവ ഇപ്പൊ പറയും. പാത്രത്തിലെ ചക്കവരലിൽ മുഖം പൂഴ്ത്തി അവൾ പറഞ്ഞു. അവളുടെ ആ പറച്ചിലും ഭാവത്തിലും മിത്ര ചിരിച്ചുപോയി. ദേ പെണ്ണെ, ചിരിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷെ ഈ കടുവ എന്നുള്ള പേര് നമുക്കിടയിൽ നിൽക്കണം കേട്ടോ. കോളേജിലെങ്ങാനും പോയി പറഞ്ഞാലുണ്ടല്ലോ. അവരെങ്ങാനും ശരിക്കും നിന്റെ മാഷിനെ കടിച്ചു കുടയും. അപ്പൊ പേടിയുണ്ടല്ലേ? വെള്ളത്തിന്റെ ചൂട് തൊട്ടു നോക്കി ബേസിനിലേക്ക് ഒഴിക്കും വഴി മിത്ര ചിരിച്ചു. പേടിയോ? എനിക്കോ? ഈ ശ്രീകുട്ടി ആരാന്ന് നിന്റെ വിചാരം? എനിക്ക് പേടിയൊന്നുമില്ല. ശ്രീകുട്ടി, ആ ചേട്ടാ! അവൾ സ്ലാബിൽ നിന്നും പെട്ടെന്ന് ചാടിയിറങ്ങി. അവളുടെ പരിഭ്രമം കണ്ടതും മിത്ര വായും പൊത്തി ചിരിക്കാൻ തുടങ്ങി. നീ അങ്ങനെ ചിരിക്കൊന്നും വേണ്ട. എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ ചെറിയൊരു ഭയം, അത്രയുള്ളൂ. തലയാട്ടി മിത്ര പുറത്തേക്ക് പോയതും ശ്രീകുട്ടി ഓടി ശ്രീയുടെ അരികിലേക്ക് എത്തി. വിളിച്ചോ ഏട്ടാ? നാളെ നീ കോളേജിൽ പോകുമ്പോ ഈ 2 ബുക്സും നിവിയെ ഏൽപ്പിക്കണം. എന്നെ കൊണ്ടൊന്നും പറ്റില്ല ആ കവിക്ക് കൊടുക്കാൻ. ശ്രീകുട്ടി, ഒച്ച എടുക്കണ്ട, കൊടുക്കാം. ചാടിത്തുള്ളി ബുക്കും വാങ്ങിയവൾ പുറത്തേക്ക് വന്നു. പിന്നെ അതേപോലെ തിരിച്ചവൾ അവന്റെ അടുത്തേക്കും ചെന്നു. എന്താ? അത് ഏട്ടൻ എന്താ അവളെ ദേവാന്ന് വിളിക്കുന്നേ? അതവളുടെ പേരായതുകൊണ്ട്. ലാപ്ടോപ്പ് തുറന്നു വെച്ച് എന്തോ സെർച്ച് ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞു. പേരോ? പക്ഷെ അവളുടെ പേര് മിത്രയെന്നല്ലേ? അത് നീ പോയി അവളോട് ചോദിക്ക്. ഞാൻ ചോദിക്കും, ഉറപ്പായും ചോദിക്കും. ആയിക്കോട്ടെ, തൽക്കാലം നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്ക്. എനിക്ക് നാളത്തെ കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഓ, ഉത്തരവ്. പിന്നെ ശ്രീകുട്ടി, ബുക്ക് നിവിക്ക് കൊടുക്കാൻ മറക്കണ്ട, കേട്ടല്ലോ? കേട്ടേ. ഒരു കോപ്പി. അങ്ങനെ മിക്കവാറും എന്റെ കൈ കൊണ്ടാവും തീരുന്നേ, ഉറപ്പാ. റൂമിൽ ചെന്ന് ബുക്ക് വെച്ചവൾ ഓടി സിറ്റൗട്ടിലെത്തി. അപ്പോഴേക്കും എല്ലാവരും പോകാൻ എഴുന്നേറ്റിരുന്നു. മോൾ എന്തേന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അച്ചമ്മ അവളുടെ മുഖം തലോടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ഏട്ടന്റെ അടുത്തായിരുന്നു അച്ചമ്മേ. അതൊക്കെ പോട്ടെ, മായമ്മേ, ഇവളുടെ ശരിക്കുള്ള പേരെന്താ? മിത്ര. ചോദ്യം മായയുടെ ആയിരുന്നെങ്കിലും ഉത്തരം സതിയാണ് പറഞ്ഞത്. അതല്ല. അവൾ തല വെട്ടിച്ചു. മൈത്രേയി, നീലൻ പറഞ്ഞു. മായ തലയാട്ടി. അപ്പോ ഇവക്ക് ഈ ഒരു പേരേ ഉള്ളോ? സന്തോഷ് അതേന്നുള്ള രീതിയിൽ തലയാട്ടി. അതെങ്ങനെ ശരിയാവും? ഏട്ടൻ പറഞ്ഞല്ലോ അത് അവളുടെ പേരാന്ന്. എന്താ ശ്രീകുട്ടി, എന്താ നിന്റെ പ്രശ്നം? സതി അവളുടെ കയ്യിലൊന്ന് തട്ടി ചോദിച്ചു. അത് പിന്നെ ഏട്ടൻ ഇവളെ ദേവാന്നാ വിളിക്കുന്നേ. ചോദിച്ചാ പറഞ്ഞു അത് അവളുടെ പേരാന്ന്. മിത്ര എങ്ങനാ ദേവയായേ?
ശ്രീകുട്ടി സംശയത്തോടെ സതിയെ നോക്കി ചോദിച്ചതും അത് കേട്ടതും സതിയും നീലനും ആണോ എന്നുള്ള അർത്ഥത്തിൽ സന്തോഷിനെ മായി നോക്കി. അത് ചിലപ്പോ സന്തോഷമായി നോക്കിയൊന്ന് തിരിച്ചു. എന്താടാ ചിരിക്കുന്നേ? അതൊന്നുമില്ലടി, മോളുടെ ഫുൾ നെയിമിൽ ഈ ദേവയുണ്ട്, അതാകും. ഫുൾ നെയിമോ? ഉം മോളുടെ പേര് മൈത്രി ദേവശ്രീ എന്നാ. ഓ, ദേവശ്രീ. ഓക്കെ ഓക്കെ. ശ്രീകുട്ടി മനസ്സിലായ പോലെ തല ഉലുക്കി. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ടല്ലോ അങ്കിൾ. അവൾ ചൂണ്ടുവിരൽ താടിയിൽ തട്ടി എല്ലാവരെയും കൂലങ്കഷമായി നോക്കി. എന്ത്? സതി അവൾക്ക് നേരെ തിരിഞ്ഞു. എല്ലാവരും ഇവളെ മിത്രയെന്ന് വിളിക്കുമ്പോ ഏട്ടനെന്തിനാ ഇവളെ ദേവിയെന്ന് വിളിക്കുന്നേ? അത് പൊന്നു മോള് പോയി ആങ്ങളയോട് ചോദിക്ക്, അവൻ വെടിപ്പായി പറഞ്ഞുതരും. നോ നോ നോ. അവൾ വേണ്ടെന്നുള്ള രീതിയിൽ തലയാട്ടി. അവളുടെ പേടിയോടുള്ള തലയാട്ടൽ കണ്ട് എല്ലാവരും അറിയാതെ ചിരിച്ചുപോയി. എന്റെ ശ്രീകുട്ടി, ചിലർക്ക് ചില പേരുകൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. പിന്നീട് അതേ അവരുടെ നാവിൽ വരും. അപ്പൊ തന്നെ നിന്റെ പേര് സഹിയെന്നല്ലേ? കൂട്ടുകാർ നിന്നെ എന്തൊക്കെയാ വിളിക്കുന്നത്? സഹി, സഹ്യ, സാഹി എന്നൊക്കെയല്ലേ നിവീൻ എന്താ വിളിക്കാത്തെ? ഓ, എന്തു പറഞ്ഞാലും ഒരു കാപി. ശ്രീകുട്ടി, ഞാനൊന്നും പറഞ്ഞില്ല. അവൾ ചാടിത്തുള്ളി അകത്തേക്ക് പോയി. എന്താടി, എന്താ പ്രശ്നം? ആരാ ഈ നിവി? ശ്രീകുട്ടിയുടെ മട്ടും ഭാവം കണ്ട് സതീഷ് സതിയോട് കയറി ചോദിച്ചു. ശ്രീകുട്ടന്റെ ഫ്രണ്ടാണടാ, നിവേദ്. എഞ്ചിനീയറിംഗ് കോളേജിൽ ഇവളുടെ ഡിപ്പാർട്ട്മെന്റാ. ആശാട്ടി അവിടെ എന്തൊപ്പിച്ചാലും അപ്പൊ തന്നെ അവൻ ശ്രീകുട്ടനെ വിളിച്ചു പറയും. അതുകൊണ്ട് എന്റെ പൊന്നും മോളുടെ ശത്രുക്കളുടെ ലിസ്റ്റ് എടുത്താൽ ആദ്യത്തെ പേര് ഈ നിവിയുടെയാ. അരച്ച് കലക്കി കൊടുത്താൽ മൊത്തത്തിൽ കുടിച്ചു കളയും. സതിയുടെ വിവരണം കേട്ടതും എല്ലാവരും ഉറക്കെ ചിരിച്ചുപോയി. ശരിയടി, ഞങ്ങൾ ഇറങ്ങുന്നു. രാത്രിയിൽ യാത്രയില്ല. ശ്രദ്ധിച്ചോണേ സതിയമ്മേ, നാളെ ചിലപ്പോൾ വേദനയുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ മടി പിടിച്ചിരിക്കുകയൊന്നും ചെയ്യല്ലേ. ഓ, ആയിക്കോട്ടെ എന്റെ മിത്ര കൊച്ചെ. അങ്കിൾ, മിത്ര നീലിനെ നോക്കിയൊന്ന് വിളിച്ചു. വേദനയുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം മോളെ. അവൾ തലയാട്ടിക്കൊണ്ട് അച്ചമ്മയുടെ കയ്യും പിടിച്ചു നടന്നു. ഭാഗ്യമില്ല അല്ലേ ദേവി? മിത്ര പോകുന്ന നോക്കി നീലൻ പറഞ്ഞു. ഭാഗ്യമില്ല. പക്ഷെ അതൊരിക്കലും ശ്രീകുട്ടനല്ലേട്ടാ. നമുക്കാണ് നല്ലൊരു മോളെ കിട്ടാനുള്ള ഭാഗ്യം ഇല്ലാതെയായി പോയത്. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്ത എൻ്റെ കൂട്ടുകാരൊക്കെ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കുറച്ചും കൂടെ മുന്നോട്ട് പോയാലേ കഥ ട്രാക്കിൽ കയറുള്ളൂ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. നന്ദി.